ഇപ്പം നമുക്ക് കുറേ എണ്ണകളുണ്ട്. ഇപ്പോൾ ത്രിഫലാദി കേരം എന്ന് പറഞ്ഞിട്ട് എണ്ണയുണ്ട്. അതുപോലെ ക്ഷീരബല തൈലമുണ്ട്, നീലിഭൃംഗാദി, കയ്യൊന്നിയാദി കേരം, പ്രപൗണ്ടരീകാദി കേരം, പിന്നെന്താണ് കുന്തളകാന്തി, അങ്ങനെ ഒരുപാട് എണ്ണകൾ മാനുഫാക്ചേഴ്സ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ മുടി വളരാൻ സഹായിക്കുന്ന എണ്ണകൾ തന്നെയാണ് ഇതൊക്കെ. അതിലിപ്പോൾ ത്രിഫലാദി കേരാണെങ്കിൽ വല്ലാതെ എന്താ പറയുക, നീർപ്പിടുത്തം അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ നല്ലതാണ്. പക്ഷെ അത് നീർപ്പിടുത്തം, എന്താ പറയുക, നീരിറക്കം, അതുപോലെ അങ്ങനത്തെ പ്രശ്നങ്ങൾ, നീരിറക്കത്തിൻ്റെ പ്രശ്നമുള്ളവർക്ക് എല്ലാവർക്കും ത്രിഫലാദി കേരം ഉപയോഗിച്ചാൽ ഗുണം കിട്ടണമെന്നില്ല. അത് നമ്മൾ ബാക്കി എല്ലാ അസുഖങ്ങളെയും, അതേപോലെ നമ്മുടെ പ്രശ്നം എന്താണ്, മുടി കൊഴിച്ചിലിൻ്റെ രീതി എങ്ങനെയാണ്, നമുക്ക് അണ്ടർലൈൻ വേറെ എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ, ഇതൊക്കെ നോക്കിയിട്ടാണ് ഒരു എണ്ണ ഉപയോഗിക്കുക. അതല്ലാതെ നീലിഭൃംഗാദി ഉപയോഗിച്ചിട്ട് എനിക്ക് മുടി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുടി വന്നോളണമെന്ന് ഒരു നിർബന്ധമില്ല. അതുപോലെ കയ്യൊന്നിയാദി കേരം ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് മുടി വന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് മുടി വന്നോളണമെന്നും ഒരു നിർബന്ധമില്ല. അതുപോലെ ഇഷ്ടംപോലെ പേറ്റൻറ്റ് സാധനങ്ങളുണ്ട്. ഹെയർ ടോൺ, എന്താ പറയുക, ഹെയർ എലിക്സർ അല്ലെങ്കിൽ ഹെയർ പ്രൊമോട്ടർ, അങ്ങനെ തോന്നിയ എന്നുവെച്ചാൽ മുടി കൊഴിച്ചിലിനെ മുടിയുമായിട്ട് ബന്ധപ്പെട്ട് ഇഷ്ടംപോലെ പേരുകളിലുള്ള എണ്ണകളുണ്ട്. അപ്പോൾ ഇതൊക്കെ മുടിക്ക് നല്ലതാണെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും വാരി തേച്ചാൽ മുടി ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പം നമ്മൾ എപ്പോൾ മുടിയുടെ പ്രശ്നങ്ങൾ വരുമ്പോഴും, മുടിയുടെ പ്രശ്നങ്ങളാണെന്ന് വെച്ചാൽ വിസിബിളി നമുക്ക് പെട്ടെന്ന് അറിയുന്ന കാര്യങ്ങളാണ് മുടി കൊഴിച്ചിലും അതുപോലെ മുടിയുടെ നരയൊക്കെ. പെട്ടെന്ന് നോക്കി എല്ലാവരും ചോദിക്കുന്ന കാര്യം, അയ്യോ മുടി പോയല്ലോ എന്നൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാവരും അവെയർ ആവണത്. ഈ മുടി കൊഴിച്ചിലിൻ്റെ പിന്നിലുള്ള കാരണം എന്താ, നിനക്ക് മുടി കൊഴിയുന്നത് എന്താ കാരണം, അതല്ലെങ്കിൽ എന്തെങ്കിലും അസുഖമുണ്ടോ എന്ന് പറഞ്ഞു തരുന്നതിനേക്കാൾ കൂടുതൽ ആ എണ്ണ നല്ലതാണ്, അത് ഉപയോഗിച്ച് നോക്കുക, അങ്ങനെയാണല്ലേ എല്ലാവരും പറഞ്ഞു തരാം. അപ്പോൾ അവിടെയാണ് നമ്മുടെ പ്രശ്നം. അപ്പോൾ ആ ഒരു കൺസേൺ വെച്ചിട്ട് വേണം എപ്പോഴും നമ്മൾ ഏതൊരു മരുന്ന് മേടിക്കാൻ. മരുന്ന് മേടിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു ആയുർവേദ ഡോക്ടറെ ഒന്ന് കൺസൾട്ട് ചെയ്ത് എനിക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട്, അപ്പം ഒറ്റ പ്രാവശ്യം ചോദിച്ചാൽ മതിയല്ലോ, ഈ പ്രശ്നത്തിന് ഈ ഒരു മരുന്ന് മതിയോ, അല്ലെങ്കിൽ ഈ ഒരു എണ്ണ തേച്ച് കഴിഞ്ഞാൽ ഈ പ്രശ്നം സോൾവ് ആകുമോ എന്ന് ജസ്റ്റ് ഒരു ഒപ്പീനിയൻ എടുക്കേണ്ട ഒരു ബുദ്ധിമുട്ട് മാത്രമല്ലേ ഉള്ളൂ. ഇപ്പം ആയുർവേദ ഡോക്ടർമാരും അതല്ലെങ്കിൽ മെഡിക്കൽ പ്രാക്ടീഷണേഴ്സും എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുള്ള ഏരിയയിലൊന്നും അല്ലല്ലോ ആരും താമസിക്കുന്നത്. അപ്പം അങ്ങനെ ചെറുതായിട്ടൊന്ന് അവെയർ ആവുക. എല്ലാ പ്രോഡക്ട്സിനെ കുറിച്ചും നിങ്ങൾ ബാക്കിയുള്ളവർ കേട്ടിട്ട് ഉപയോഗിക്കാതെ അറിവുള്ളവരോട് ചോദിക്കുക. അതല്ലെങ്കിൽ ഒരു ലൈസൻസോ ഒരു മാനുഫാക്ചറിങ് ലൈസൻസും, അതല്ലാതെ അതിനെക്കുറിച്ച് ഒരറിവുമില്ലാത്ത ഒരാളുടെ അടുത്ത് പോയിട്ട് അങ്ങനത്തെ മരുന്നുകൾ വാങ്ങി ഉപയോഗിക്കാതിരിക്കുക.